പറിച്ച് ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടി പിതാവായ ദൈവം തന്റെ പ്രിയ മക്കൾക്ക് വേണ്ടി ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതിനുള്ള മാർഗമേത് എന്നുള്ളതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ മഹത് ഗ്രന്ഥം, വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. ഈ ഗ്രന്ഥത്തെ ആധാരമാക്കി, യേശുക്രിസ്തുവിനെ ആധാരമാക്കി ഏതാനും നിമിഷം ദൈവരാജ്യത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും സംസാരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്തെ ഭൗതിക സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു തെരഞ്ഞെടുപ്പ് നാം നടത്തുമ്പോൾ, മറുഭാഗത്ത് നമുക്ക് സൗജന്യമായി തന്ന ഒരാത്മാവുണ്ട് ഈ ശരീരത്തിലേക്ക്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മൃതമായ ഈ ശരീരത്തിലേക്ക് ഊതി നമുക്കൊരു ജീവിതവും നൽകിയത്. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് പ്രിയരെ. മനുഷ്യനെങ്ങനെ ജീവിക്കണം, എന്ത് സംസാരിക്കണം, അവന്റെ ജീവിതത്തില് എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ കുറിച്ചെല്ലാം പ്രതിപാദിക്കാൻ നമുക്ക് തന്നിരിക്കുന്ന മഹത് ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു ഭരണഘടനയാണ് വിശുദ്ധ ബൈബിൾ. നമ്മുടെ ഭരണഘടനയ്ക്കനുസരിച്ച്, ഇന്ത്യൻ ഭരണഘടനയ്ക്കനുസരിച്ച് ഇവിടെ ഒരു നിയമവ്യവസ്ഥ നിലകൊള്ളുന്നുണ്ടെങ്കിൽ, ദൈവരാജ്യത്തിന്റെ ഭരണഘടനയെ അനുസരിച്ച് മനുഷ്യൻ ജീവിക്കേണ്ടത് എങ്ങനെ, നിത്യജീവനിലേക്ക് പ്രവേശിക്കേണ്ടത് എങ്ങനെയെന്ന് കാണിച്ചു തരുന്നതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന നിത്യജീവന്റെ സന്ദേശം, ജീവന്റെ വചനങ്ങൾ. പ്രിയരെ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ ഗ്രന്ഥത്തില് ഇത് ജീവനുള്ളതാണ്. ഈ ഗ്രന്ഥം വാങ്ങി നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ, എത്രയോ പുസ്തകങ്ങൾ നാം ഓരോ ദിവസവും വാങ്ങി വായിക്കുന്നു, തെറ്റായ സന്ദേശങ്ങൾ നാം സ്വീകരിക്കുന്നു. അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് നാം ആവശ്യമില്ലാത്തത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ നിത്യജീവൻ ആവശ്യമായ, ഒരിക്കലും നശിക്കാത്ത ആത്മാവിന് ആവശ്യമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ഗ്രന്ഥം വാങ്ങി വായിക്കുവാൻ നിങ്ങളോട് ഞാൻ ശുപാർശ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം ഒരു വ്യക്തിയിലേക്ക് കടന്നു ചെന്നാൽ അവനൊരു മാറ്റപ്പെട്ട വ്യക്തിയായി മാറും. അതാണ് സുവിശേഷത്തിന്റെ പ്രത്യേകത. ഈ ഗ്രന്ഥത്തെ കുറിച്ച് ആധികാരികമായിട്ട് ലോകം മുഴുവൻ പറയുന്നത് തിരുവെഴുത്തുകളെന്നാണ്. അപ്പോൾ ലോകത്തിൽ തിരുവെഴുത്തുകളെന്നറിയപ്പെടുന്ന ഏക ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ.